ക്ഷേത്രങ്ങളിലും പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. നമുക്ക് അതിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടതുണ്ട്. ആലുവ മണപ്പുറത്തേക്കാണ് ആദ്യം പോകുന്നത്. നിതിൻ സേവ്യർ ഉണ്ട്. നിതിൻ, ഒപ്പം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് എം ജി പ്രതീഷുമുണ്ട്. പ്രതീഷിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്ക് എം ജി പ്രതീഷ്, നേരത്തെ വലിയ തിരക്ക് കണ്ടിരുന്നു, ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ആ തിരക്ക് വലിയ രീതിയിൽ തന്നെയുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകളടക്കം ക്രമീകരിച്ചിരിക്കുന്നത്? ഒപ്പം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. ശ്രുതി, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം ഈ നിരവധി ആളുകൾ ബലിതർപ്പണത്തിനായി എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ ദൃശ്യമാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ബലിമണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ 11 ബലിമണ്ഡപങ്ങളാണ് നിലവിൽ ബലിതർപ്പണത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിച്ചാണ് ഭക്തർക്ക് ബലിതർപ്പണത്തിനായുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ഓരോ മണ്ഡപത്തിലും ബലിതർപ്പണത്തിനായി സൌകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം കർമ്മിമാരും ഇതിനായി നേതൃത്വം നൽകാൻ ഓരോ ബലിമണ്ഡപത്തിലുമുണ്ട്. ഈ എത്തുന്ന ഭക്തർക്കും ഒപ്പം ബലിതർപ്പണ ചടങ്ങിനായി എത്തുന്നവർക്കും അധികം വൈകാതെ, ഒരുപാട് സമയം കാത്തു നിൽക്കാതെ തന്നെ ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. ഈ വ്രതം നോറ്റ് പിതൃമോക്ഷത്തിനായി ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ തന്നെ ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സുരക്ഷ, ഒപ്പം മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഈ ക്ഷേത്രത്തിൽ വിനിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒരു മേൽനോട്ടമുണ്ട്. ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഓരോ ബലിമണ്ഡപത്തിലും ബലി ഇട്ട ശേഷം ഈ കാണുന്ന ഇവിടെ ബലി നിക്ഷേപിച്ച്, ആ ചോറ് നിക്ഷേപിച്ച് പിന്നീട് ഇതിന് തൊട്ട് സമീപത്തുള്ള കടവിലിറങ്ങി ഇതിനുശേഷം ഈ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഓരോരുത്തരും മടങ്ങുന്നത്. എന്തായാലും വലിയ തിരക്ക് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തിരക്കാണ്. ഈ നീണ്ട ക്യൂ ഉൾപ്പെടെ കാണുന്നത് ഈ ക്ഷേത്ര ദർശനത്തിനായി നിൽക്കുന്ന ആളുകളുടേതാണ്. ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി പിന്നീട് ക്ഷേത്ര ദർശനം കൂടി നടത്തിയ ശേഷമാണ് ഓരോരുത്തരും മടങ്ങുന്നത്. ഈ ബലിക്കല്ലറകൾ, ബലിതർപ്പണ ചടങ്ങുകൾ ഓരോ പന്തലിലും നടത്തി ഈ ബലിക്കല്ലുകളിൽ ഈ ചോറ് നിക്ഷേപിച്ച് പിന്നീട് ആ തൊട്ടപ്പുറത്തുള്ള കടവിലെത്തിയാണ് ഈ ചടങ്ങ് പൂർത്തിയാക്കുക. അതിനുശേഷം ക്ഷേത്രത്തിൽ തൊഴുതായിരിക്കും ഈ കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി ഓരോരുത്തരും മടങ്ങുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പാവനാശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരിടം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങളായിരുന്നു ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇത് പല വഴികളിൽ നിന്നായാണ് ആളുകളെ ഇവിടേക്ക് കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ ഉൾപ്പെടെ തിരുവല്ലത്ത് എത്തിയിരുന്നു. ബലിതർപ്പണത്തിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം എത്തിയത്. ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കടൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും ADGP അറിയിച്ചത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ MG പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന ADGP P. വിജയൻ. തിരുവല്ലത്ത് സമയം മുമ്പാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു. ഒന്ന് കേൾക്കാം. ഈ കർക്കിടക ബലിയോടനുബന്ധിച്ച് കേരളത്തിലുടനീളം പോലീസ് ശക്തമായ ബന്ദോബസ്ത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടൽ തീരത്തും കടലിലും തിരുനാവാഴ പോലെയുള്ള സ്ഥലത്ത് പുഴയിലൊക്കെ ബലിയിടുന്ന ആളുകൾക്ക് വെള്ളത്തിലേക്ക് പോകാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആദ്യമായിട്ട് ഒരുക്കുന്നത്. അതിൽ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ലൈഫ് ഗാർഡിന്റെയൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ബലിയിടാൻ വരുന്ന ആളുകൾക്ക് ഒരു രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാഫിക് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം സാധാരണക്കാർ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മാല പൊട്ടിക്കൽ, മോഷ്ടാക്കളെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ള സ്ക്വാഡ്, ഷാഡോ പോലീസിന്റെ സ്ക്വാഡ് വർക്ക് ചെയ്യുന്നത്. കേരളത്തിലുടനീളം അതായത് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ. ഇപ്രാവശ്യം ഇപ്പം തന്നെ തിരക്ക് നന്നായി കാണുന്നുണ്ട്. പക്ഷേ പോലീസും ദേവസ്വത്തിന്റെ ആളുകളും ചേർന്നിട്ട് വളരെ താരതമ്യേന നല്ല ക്രമീകരണമാണ് കാണുന്നത്.
ADGP പി വിജയനാണ് ഇപ്പോൾ സംസാരിച്ചത്.